നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നത് ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതി. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം തെറ്റെന്ന് ഡീൻ കുര്യാക്കോസ് MP. വണ്ടിപ്പെരിയാർ വാളാടി HML എസ്റ്റേറ്റ് 4-ാം നമ്പർ ഭാഗത്ത് മേയാൻ വിട്ടിരുന്ന ആടുകളെ പുലി പിടിച്ചു. സംഭവം അറിയിച്ചതനുസരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു. പീരുമേട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായി ഇടപെടൽ ഉണ്ടാകണമെന്ന് MLA വാഴൂർ സോമൻ. സ്വച്ഛതാ ഹി സേവ ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി നിർവഹിച്ചു. വീടുകളിൽ ശരിയായ മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് കളക്ടർ. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ല. ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ. വിശദമായ വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നത് ആശങ്ക മാത്രമാണെന്ന് സുപ്രീം കോടതി. അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു. ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സ് എന്ന പ്രശസ്തമായ കാർട്ടൂണിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കഥാപാത്രം ആശങ്കപ്പെടുന്നത് പോലെയാണ് മുല്ലപ്പെരിയാറിലെ സുരക്ഷാ ഭീഷണിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഹർജി പരിഗണിച്ച ബെഞ്ചിലെ അംഗങ്ങളായ ജസ്റ്റിസ് ഋഷികേശ് റോയിയും SV ഭട്ടിയും നേരത്തെ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരായിരുന്നു. ജസ്റ്റിസ് ഋഷികേശ് റോയ് കേരള ഹൈക്കോടതിയിൽ 1.5 വർഷത്തോളം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അണക്കെട്ട് സുരക്ഷാ ഭീഷണി നേരിടുന്നുവെന്ന് ഡോക്ടർ ജോ ജോസഫിന്റെ അഭിഭാഷകൻ ജെയിംസ് തോമസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഇത് വെറും ആശങ്ക മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കിയത്. 1.5 വർഷത്തോളമായി താൻ ഈ പറയുന്ന ഭീഷണിക്ക് കീഴിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് ജസ്റ്റിസ് ഋഷികേശ് റോയ് ചൂണ്ടിക്കാട്ടി. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കാർട്ടൂൺ കഥാപാത്രം പറയുന്നത് പോലെയാണ് ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കയെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 135 വർഷം മുമ്പ് പണിത അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. അത്രയും വർഷത്തെ കാലവർഷം അതിജീവിച്ച അണക്കെട്ട് നിർമ്മിച്ചവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും അഭിഭാഷകൻ G. പ്രകാശും ചൂണ്ടിക്കാട്ടി. തുടർന്ന് എല്ലാ ഹർജികളും 3-അംഗ ബെഞ്ച് പരിഗണിക്കട്ടെയെന്ന് വ്യക്തമാക്കി 2-അംഗ ബെഞ്ച് ഹർജി മാറ്റി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം തെറ്റാണെന്ന് ഡീൻ കുര്യാക്കോസ് MP. മുല്ലപ്പെരിയാർ തർക്കങ്ങൾ പരിഹരിക്കാൻ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് സാധിക്കും. അതിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ. ഇപ്പോൾ കേരളത്തിന് ആശ്വാസകരമായ അവസ്ഥയുണ്ട്. സ്ഥലപരിശോധന നടത്തിയല്ല ഇപ്പോഴത്തെ കോടതി നിരീക്ഷണം. സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി പലപ്പോഴും തമിഴ്നാടിന് ഗുണകരമായി നിലപാട് സ്വീകരിച്ചു. ഇന്നത്തെ സുപ്രീം കോടതി പരാമർശം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ തന്നെ നടത്തുന്നതായിട്ടുള്ള പല കമൻറ്റുകളും പല നിരീക്ഷണങ്ങളും ഒന്നും ശരിയല്ല. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കോടതികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഈ മുല്ലപ്പെരിയാർ കേസിലുണ്ടായിട്ടുള്ള നിലപാട് ശരിയല്ല എന്നുള്ളതാണല്ലോ കേരളത്തിൻ്റെ പക്ഷം. കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. NDSAയുടെ അധീനതയിലേക്ക് അല്ലെങ്കിൽ NDSAയിലേക്ക് സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ നിന്നും കേരളത്തിന് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല. മാത്രമല്ല അവർ തമിഴ്നാടിനെ ഫേവർ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ NDSAയിലേക്ക് കാര്യങ്ങൾ വരികയും ഈ വിഷയത്തിലൊരു റീഓപ്പണിംഗ് ഇതിൻ്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ ആത്യന്തികമായ നിലപാട് പുതിയൊരു ഡാം വേണം, കേരളത്തിന് സുരക്ഷ വേണം, തമിഴ്നാടിന് വെള്ളം വേണം. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാട് സാധൂകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് NDSAയുടെ പരിധിയിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ ഒരു റീഓപ്പണിംഗ് ആകും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം. അത് ഒരു ജഡ്ജിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഒരു നിരീക്ഷണമായിട്ടാണ്. വണ്ടിപ്പെരിയാർ വാളാടി HML എസ്റ്റേറ്റ് 4-ാം നമ്പർ ഭാഗത്ത് മേയാൻ വിട്ടിരുന്ന ആടുകളെ പുലി പിടിച്ചു. എസ്റ്റേറ്റ് തൊഴിലാളിയായ സുബ്രഹ്മണിയുടെ 2 ആടുകളെയാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാർ വാളാടി മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യമൃഗ ആക്രമണം തുടരുകയാണ്. വാളാടി എസ്റ്റേറ്റ് തൊഴിലാളിയായ സുബ്രഹ്മണിയുടെ 2 ആടുകളെ കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്നു. തുടർന്ന് ഇവ തിരികെ എത്താത്തതിനെ തുടർന്ന് നടത്തിയ
തിരച്ചിലിലാണ് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആടിന്റെ കാലും മറ്റ് അവശിഷ്ടങ്ങളും മാത്രമാണ് കണ്ടെത്താനായത്. തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതോടെ വനപാലകർ മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചു. വനംവകുപ്പിന്റെ RRT ടീമിന്റെ നേതൃത്വത്തിലാണ് ക്യാമറ സ്ഥാപിച്ചത്. ജനവാസ മേഖലയുടെ അടുത്ത് തന്നെ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായിരിക്കുന്നത് തങ്ങളെ ഭീതിയിലാക്കുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയുടെ അടുത്ത് തന്നെ വീണ്ടും പുലിയുടെ ആക്രമണമുണ്ടായിരിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം K. മാരിയപ്പൻ പറഞ്ഞു. ഉപജീവിത മാർഗത്തിന് വേണ്ടി വളർത്തുന്ന ആടിനെ പുലി ആക്രമിച്ചിട്ടുണ്ട്. 2 ആടിനാണ് പുലി കൊണ്ടു നിന്നിരിക്കുന്നത്. ഇതിനു മുമ്പും ഈ വനമേഖലകളിൽ പുലിയെ കണ്ടിട്ടുള്ളതും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ സ്ഥാപിച്ച് പുലിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുലിയെ പിടിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തതിനു വേണ്ടി ഇവിടെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിന്റെ അധികൃതർ വന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽപ്പാടും കൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ക്യാമറയിൽ വീഴുന്ന ചിത്രങ്ങളനുസരിച്ച് ഇവിടെ ഗണി വയ്ക്കുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളർത്തുമൃഗങ്ങളെ വളർത്തുന്ന ആളുകൾ കുറച്ചുകൂടെ ജാഗ്രത പുലർത്തണം എന്നാണ് നാടുമുറയായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ പരിശോധിക്കും. ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. പീരുമേട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് MLA വാഴൂർ സോമൻ. വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ എത്തിത്തുടങ്ങി. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്. വനംവകുപ്പ് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്നും MLA കട്ടപ്പനയിൽ പറഞ്ഞു. പീരുമേട് മേഖലയിലെ വന്യമൃഗശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പീരുമേട് താലൂക്ക് ഓഫീസ് പരിസരത്തും അതേപോലെ തന്നെ കോടതി സമുച്ചയത്തിലുമെല്ലാം നിരന്തരമായി വന്യമൃഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാളാടിയിലും അതേപോലെ തന്നെ സ്പ്രിംഗ് വാലിയിലുമെല്ലാം കാട്ടുപോത്തും അതുപോലെ തന്നെ പുലിയും മറ്റും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ദിവസം വാളാടി മേപ്പരട്ടിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ 3 ആടുകളെ പുലി പിടിച്ചു. വിവരം ഞാൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ അറിയിച്ചു. അവർ എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അവിടെ കൂടുവെച്ച പുലികളെ എത്രയും വേഗം പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതൊന്നും വനത്തിൻ്റെ പരിസരത്ത് പോലുമല്ല, ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളതാണ്. ഇതിലേറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ഇക്കാര്യത്തിൽ ഗൗരവമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വീടുകളിൽ ശരിയായ മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. സ്വച്ഛതാ ഹി സേവ ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. എല്ലാ കുട്ടികളും തങ്ങളുടെ വീടുകളിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ പറഞ്ഞു. എല്ലാ കുട്ടികളും തങ്ങളുടെ വീടുകളിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഉറവിടത്തിൽ തരംതിരിക്കൽ നടത്താൻ മാതാപിതാക്കളെ സഹായിക്കണം. ഭരണ സംവിധാനങ്ങളോ ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാൽ മാലിന്യ സംസ്കരണം പൂർണ്ണമാവില്ലെന്നും ഓരോ വ്യക്തിയുടെയും സഹകരണത്തോടെ മാത്രമേ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നേടാനാകൂവെന്നും കളക്ടർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികളാണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇസ് ബൂമർ എ ട്രെൻഡ് ഹിയർ? ബൂമർ? നോ. ഓക്കെ, സ്റ്റിൽ ഇറ്റ് ഹാസ് നോട്ട് കം ഹിയർ. ഓക്കെ, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ക്രിഞ്ചാണ്, ബൂമറാണ്, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, പക്ഷേ നല്ല കാര്യങ്ങളും ആവശ്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ഫാഷൻ. നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇത് ഔട്ട് ഓഫ് ട്രെൻഡാണ്. നമ്മൾ ഒരു വയലേഷൻസ് മാത്രം ചെയ്തുകൊണ്ടേയിരുന്നാലേ ഐ ബി സീൻ ആസ് എ ബിഗ് ഹീറോ ഓർ ബിഗ് സ്റ്റാർ, അങ്ങനെ ഒരു ട്രെൻഡുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ തിങ്. ഓക്കെ, സോ ഐ വോണ്ട് യു ഓൾ ടു ബി ഹൈലി റെസ്പോൺസിബിൾ in all the ventures that you take up, right? പിന്നെ ഒരു കാര്യം വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലാതെ പറയാനുള്ളത്, നിങ്ങളെല്ലാം ചെറിയ കുട്ടികളാണ്. യു മൈറ്റ് ഫീൽ ദാറ്റ് യു ആർ ലൈക്ക് പാർട്ട് ഓഫ് ടീനേജ് ഓർ യു ആർ കൈൻഡ് ഓഫ് ഹൈ സ്കൂളിലുണ്ട് അങ്ങനെയെല്ലാം. പക്ഷേ സ്റ്റിൽ യു ആർ ഓൾ കിഡ്സ്. സോ ഡു നോട്ട് ടേക്ക് എനി ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് ഓഫ് യുവർ ലൈഫ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ LP തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. LP, UP വിഭാഗങ്ങൾ ക്രയോൺസ് ഉപയോഗിച്ചും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ വാട്ടർ കളർ ഉപയോഗിച്ചും വരച്ച 120ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു.
പാഴ്വസ്തുക്കൾ ഉറവിടത്തിൽ തരംതിരിക്കുക, ജൈവ മാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുക, അജൈവ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക, ഹരിതചട്ടം പാലിച്ച് മാലിന്യോൽപാദനം കുറയ്ക്കുക, അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നിവ വിഷയമാക്കിയുള്ളതായിരുന്നു ചിത്രങ്ങൾ. പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ കളക്ടർ നിർവഹിച്ചു. കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ അജിമോൻ എം, ചെല്ലംകോട്ട് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, അസിസ്റ്റന്റ് കോർഡിനേറ്റർ അഷിത ചന്ദ്രൻ, പ്രോഗ്രാം ഓഫീസർ അനുമോൾ തങ്കച്ചൻ, റിസോഴ്സ് പേഴ്സൺമാരായ ടിബിൻ ജോർജ്, ശരത് PS എന്നിവർ പങ്കെടുത്തു. LDF ചിന്നക്കനാൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം INTUC ദേശീയ സെക്രട്ടറി AK മണി ഉദ്ഘാടനം ചെയ്തു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതി അവസാനിപ്പിക്കുക, ലൈഫ് മിഷൻ പദ്ധതിയിൽ അർഹതപ്പെട്ട എല്ലാവർക്കും വീടുകൾ നൽകുക, ചിന്നക്കനാൽ പഞ്ചായത്തിലെ പൊതുജനങ്ങളെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF പഞ്ചായത്ത് അംഗങ്ങൾ ലൈഫ് മിഷന് നൽകിയ പരാതി പിൻവലിക്കുക, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൊതുജനങ്ങൾക്ക് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ വീടും സ്ഥലവും നൽകണമെന്ന പദ്ധതി റദ്ദാക്കുക, കുലുക്കുമല ടൂറിസം ഫണ്ടിൽ നിന്നും അനധികൃതമായി 1 കോടി രൂപ ചിലവഴിച്ച പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുക, പവർ ഹൗസ് സൂര്യനെല്ലി റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക, ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെ വനഭൂമിയായി പ്രഖ്യാപിക്കണമെന്ന കരട് വിജ്ഞാപനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സമരം മുൻ MLAയും INTUC ദേശീയ സെക്രട്ടറിയുമായ AK മണി ഉദ്ഘാടനം ചെയ്തു. എന്തെല്ലാം വളർச்சி திட்டங்கள் கொண்டு வர முடியுமோ அத்தனை വളർச்சி திட்டங்களை இந்த நாட்டிற்காக இந்த மண்ணிற்காக வேண்டி தங்களை எல்லாம் தியாகம் செய்து கொண்டு காங்கிரஸ் பார்ட்டியினுடைய உறுப்பினர்கள் செய்து கொண்டிருக்கிறார். இப்ப ஏன் இந்த தகராறு? அவங்களுக்குள்ள உள்கட்சி போராட்டம். CPI வேணுமா, CPM பிரசிடென்ட் ஆகணுமா, இது யார் வேணாலும் ஆயிக்காங்க, எங்களுக்கு பிரச்சனை இல்லை. ஆனா நாட்டுல ஜனங்கள் நமக்கெல்லாம் நம்பிக்கையோடு நம் மீது வாக்களித்த பொதுஜனங்களுக்கு என்ன நன்மைகள் இருக்கின்றது என்றால் அது கேள்வி. வீடு கட்டு திட்டத்தை பற்றி சொன்னார்கள். யாருக்காக வேண்டி வீடு கட்ட திட்டம்? முதலாளிமார்களுக்கா? HMM முதலாளிக்கா? ஏலத்தோட்ட முதலாளிகளுக்கா? இல்ல, இங்க சாதாரணப்பட்ட பாவங்கள், தோட்ட தொழிலாளிகள், விவசாயிகள், விவசாயத்தில் வேலை செய்யக்கூடிய தொழிலாளிகளுடைய வாழ்க்கை தரத்தை உணர்ந்து அவர்களுக்கு வீடுகள் கட்டி கொடுக்கப்பட வேண்டும் என்ற ஒரு திட்டத்தை இன்று அல்ல இந்த திட்டம் கொண்டு வந்தது. காங்கிரஸ் கட்சியினுடைய இந்திரா காந்தியினுடைய காலகட்டத்தில் 1984 பாராளுமன்றத்தில் முகப்பெருமான திட்டத்தை கொண்டு வந்தார். DCC സെക്രട്ടറി G മുനിയാണ്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ, INTUC മണ്ഡലം പ്രസിഡന്റ് C മുരുകപാണ്ടി, ബിനോയ് ചെറുപുഷ്പം, നെൽസൺ മൂന്നാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാണ്ഡിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ വിതരണം അവതാളത്തിലാക്കി മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില കുത്തനെ ഉയർത്തിയ ജനദ്രോഹ നടപടിക്കെതിരെ കോൺഗ്രസ് ഉപതല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടയുടെ മുൻപിൽ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അരുൺ പൊടിപാറ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ആകെ ആശ്വാസമായ റേഷൻ കടയുടെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുകയും മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില കുത്തനെ ഉയർത്തിയ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുമാണ് കോൺഗ്രസ് ഉപതല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ സമരം ഉദ്ഘാടനം ചെയ്തു. 4 മാസക്കാലമായിട്ട് റേഷൻ കടകളിൽ സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്നില്ല. അതിന് കോൺട്രാക്ട് വെച്ച ആളുകൾക്ക് അവരുടെ ലോറി കൂലി കൊടുത്തിട്ടില്ല, കയറ്റി ഇറക്കി കൂലി കൊടുത്തിട്ടില്ല. അങ്ങനെ 4 മാസമായിട്ട് 6 മാസത്തിലധികമായിട്ട് കുടിശ്ശിക വന്നപ്പോൾ അവർ കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് റേഷൻ കടകളിൽ സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്നില്ല. നമ്മൾ റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ റേഷൻ കടക്കാനിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കുപ്പിവെള്ളമുണ്ട്, 10 രൂപയ്ക്ക് വെള്ളം കിട്ടും കേട്ടോ. ആ പാട് ഗുണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന കാലഘട്ടങ്ങളിൽ ഒരു അന്ത്യോദയ കാർഡുകാരന് 35 കിലോഗ്രാം ധാന്യം അവിടെ കിട്ടുകയാണ്. കാരണം 5 കിലോ ഗോതമ്പ് ഉൾപ്പെടെ 30 കിലോ അരി ഉൾപ്പെടെ കിട്ടുകയാണെങ്കിൽ ഇന്നിപ്പം ഗോതമ്പ് എന്ന സാധനം ഇന്ന് കണി കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അതോടൊപ്പം APL കാർഡുകാർക്ക് ആട്ട കിട്ടുമായിരുന്നു, ഇന്ന് ആട്ടയില്ല. പഞ്ചസാര ഇല്ലായി, മണ്ണെണ്ണ ഇല്ലെന്നായി. ആകെപ്പാടെ ഇപ്പം വളരെ അപൂർവമായിട്ട് ചില കടകളിൽ മാത്രം ചാക്കരി വയ്ക്കുന്ന പച്ചരി വയ്ക്കുന്ന കുത്തിരിയും അല്പം കൊടുക്കും. അത് 10 കിലോ കിട്ടുന്ന കാർഡുകാരന് 5 കിലോ കൊടുത്ത് പിന്നെ വന്ന് പറയുന്ന രീതി വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. PT തോമസ് പാഴിയാങ്കൽ, VK കുഞ്ഞുമോൻ, ജോർജ് വർഗീസ്, സിനി ജോസഫ്, ജോണി CJ, T ശിവൻകുട്ടി, മനോജ് PC, സ്കറിയ പാലക്കുഴി, റോജി സലീം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ വിടുതി റേഷൻ ഡിപ്പോയ്ക്ക് മുമ്പിൽ ധർണ നടത്തി. ഉടുമ്പൻചോല ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് ഉദ്ഘാടനം ചെയ്തു.
നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ റേഷൻ വിതരണം അവതാളത്തിലാക്കി മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങളുടെ വില കുത്തനെ ഉയർത്തിയ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടയ്ക്ക് മുമ്പിൽ ധർണ നടത്തിയത്. രാജാക്കാട് പഴയവിടുതി റേഷൻ കടയ്ക്ക് മുന്നിൽ നടന്ന സമരം ഉടുമ്പൻചോല ബ്ലോക്ക് പ്രസിഡന്റ് എം ബി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഹോൾസെയിൽ കടകളിൽ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ട് റീറ്റെയിൽ കടകളിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ വരികയും അതിൻ്റെ ഫലമായി റേഷൻ കടകൾ വഴി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യവുമാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. ഇങ്ങനെ റേഷൻ കടകൾ വഴി നിത്യേന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് സാധനം കൊടുക്കുവാൻ കഴിയാതെ നിന്നിരുന്ന ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സർക്കാർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള കമ്മീഷനോ അല്ലെങ്കിൽ അവർക്ക് ജീവനക്കാർക്കുള്ള ശമ്പളമോ മറ്റ് സേവനങ്ങളോ ഒന്നും കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവാതെ വന്നതിനെ തുടർന്ന് റേഷൻ കടക്കാർ ഇന്നലെ മുതൽ സമരം പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും ഇന്നലെ ഒരു ദിവസത്തെ കടയടപ്പ് സമരം കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതിനിധികളും സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരാ സമരം താൽക്കാലികമായി പിൻവലിച്ചു. അതിൻ്റെ പേരിൽ ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി അധ്യക്ഷനായിരുന്നു. കെ എസ് അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാലിൻ മാർക്കോസ്, ബെന്നി പാലക്കാട്, ലിജോ മുണ്ടപ്ലാക്കൽ, കെ കെ രാജൻ, ഷിജു മങ്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിലെ കല്ലാർ വട്ടയാറിൽ വീടിന് മുകളിലേക്ക് കൂറ്റൻ പാറ പതിച്ച അപകടം. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. പാറ വന്നു വീണതിനെ തുടർന്ന് വീട് തകർന്നു. വട്ടയാർ സ്വദേശി അനീഷിന്റെ വീടിന് മുകളിലാണ് പാറ വന്നു പതിച്ചത്. സമീപത്തെ ഏലത്തോട്ടത്തിന്റെ ഉയർന്ന പ്രദേശത്ത് നിന്ന് പാറ ഉരുണ്ടുവരികയായിരുന്നു. അനീഷും ഭാര്യയും മക്കളും സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നു. അപകടത്തിൽ ഒരു കുട്ടിക്ക് കാലിന് പരിക്കുപറ്റി. അനീഷും കുടുംബവും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കാർ വാങ്ങിയതുമായുള്ള തർക്കം മൂലം വീട് കയറി ദമ്പതികളെയും നവജാത ശിശുവിനെയും മർദ്ദിച്ചതായി പരാതി. കട്ടപ്പന നെരിയമ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കൽ സൂരജ്, ഭാര്യ ശാലു, 4.5 മാസം പ്രായമായ കുട്ടി എന്നിവർക്ക് മർദ്ദനമേറ്റതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കുന്തളംപാറ സ്വദേശിയിൽ നിന്ന് 1,30,000 രൂപ ഫിനാൻസ് നിലനിർത്തി വാങ്ങിയ കാർ 3 ദിവസത്തിനു ശേഷം കേടായി വർക്ക്ഷോപ്പിലായതോടെ വാഹനം തിരികെ എടുക്കണമെന്ന് മുൻ ഉടമയോട് സൂരജ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ 4 മാസത്തെ ഫിനാൻസ് അടയ്ക്കുകയും ചെയ്തു. അടുത്ത തവണ അടക്കില്ലെന്ന് പറഞ്ഞതോടെ കുന്തളംപാറ സ്വദേശിയായ യുവാവും അമ്മയും തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. വണ്ടി ഫിനാൻസിട്ട് എടുത്ത് ഫിനാൻസ് 4 മാസം കറക്റ്റ് അടച്ചു. 4 മാസം കറക്റ്റ് അടച്ചെന്ന് പറഞ്ഞാൽ 4 മാസം വണ്ടി വർക്ക്ഷോപ്പിലുമായിരുന്നു. എടുത്ത് 3-ാമത്തെ ദിവസം വണ്ടിക്ക് എഞ്ചിൻ പണിയായിട്ട് നമ്മൾ വിളിച്ചും പറഞ്ഞു വണ്ടിക്ക് ഇന്നപോലെ പണിയുണ്ട്, തിരിച്ചെടുക്കാൻ അവർ ഓക്കെ പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. 4 മാസം ഫിനാൻസ് നമ്മൾ അടയ്ക്കുന്നു. ഇത് 5-ാം മാസം നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വീട്ടിൽ വന്ന് ആദ്യം ഇവിടെ ഡോറ് പറഞ്ഞു. ഇവിടെ പിടിച്ച് തള്ളി. കൊച്ചു കയ്യിലിരിക്കുക, കൊച്ചിനെയും പിടിച്ച് തള്ളി. കൊച്ചിൻ്റെ തലയിടിച്ച്, കൊച്ചിൻ്റെ തലയുടെ പുറകിട്ടൊക്കെ അടിച്ച്. ഇത് കണ്ടുകൊണ്ട് ഞാൻ വരുമ്പോഴത്തേനും ഇവരെന്നെ വലിച്ച് അവിടെ ഇട്ട് പിന്നെ ഇടിയാ. ഇത് കേസ് കൊടുത്തിട്ടിരുന്ന ഓൾറെഡി വണ്ടിയുടെ പ്രശ്നം. ഇപ്പം പിന്നെയും കേസ് കൊടുത്ത് അവിടെ സ്റ്റേഷനിൽ മൊഴിയെടുക്കാനും ആരും വന്നിട്ടില്ല. സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട്, ഇന്ന പ്രശ്നമാണ് എല്ലാം പറയുന്നുണ്ട്. ആരും വരുന്നുമില്ല, ഒന്നും തിരിഞ്ഞു നോക്കുന്നുമില്ല. അമ്മയും മോനും ഇവർ രണ്ടുപേരുടെ വീട്ടിൽ വന്ന് കുറേ നേരം ബെല്ലടിച്ചു. ഇവരെന്നിട്ട് സ്റ്റേഷനിൽ കൊടുത്തേക്കുന്ന മൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു വരുത്തിയെന്നാണ്. ഇവർ വന്ന് ബെല്ലടിച്ചു. ഇവരാദ്യം വീടിന് ചുറ്റും നടന്ന് ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ടോ നോക്കുന്നുണ്ട്. ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ക്യാമറയൊക്കെ ഉണ്ടോ നോക്കി അവസാനം വന്ന് ബെല്ലടിച്ച് ഡോറ് തുറന്നപ്പം നേരെ കയറി വന്നു. തെറിവിളിയായി. തെറി പറയാം. അപ്പം തെറി പറയരുതെന്ന് പറയുന്ന വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ. വീഡിയോ എടുത്തോണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇവ ഫോണ് ചവിട്ടി തറയിലോട്ടിട്ട് വൈഫിനെയും പിടിച്ചടിച്ച് കൊച്ചു കയറിക്കുന്ന പോലും നോക്കാതെ അവനും എൻ്റെ അമ്മയും കൂടെ അടിച്ച്. ഇത് ചോദിക്കാൻ നിന്ന് എന്നെയും വലിച്ച് നിലത്തിട്ട് ചവിട്ടി. അങ്ങനെ പ്രശ്നമായതാണ്. ഇതിനുശേഷം 2 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി. DYSP അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും ദമ്പതികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ജില്ലയോട് അവഗണന കാണിച്ചിരിക്കുന്നുവെന്ന് MP ഡീൻ കുര്യാക്കോസ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് മുന്നോടിയായി ഇടുക്കി നിയോജക മണ്ഡലതല സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് ഫെബ്രുവരി 1-ാം തീയതിയാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകുന്നത്. സമരയാത്രയ്ക്ക് മുന്നോടിയായി ഇടുക്കി നിയോജക മണ്ഡലം തല സ്വാഗത സംഘ രൂപീകരണ യോഗമാണ് നടന്നത്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ സർക്കാർ നിശ്ചയിച്ച ഹോട്ട്സ്പോട്ടുകളുടെ
എണ്ണത്തിൽ ജില്ലയോട് അവഗണന കാണിച്ചിരിക്കുന്നു. വന്യമൃഗശല്യം രൂക്ഷമായ ഇടുക്കി ജില്ലയിൽ 1-2 പഞ്ചായത്തുകളിൽ മാത്രമേ ഹോട്ട്സ്പോട്ട് കണക്കാക്കിയിട്ടുള്ളൂ. പട്ടയ നടപടിയിലും ജില്ലയോട് സർക്കാർ അനാസ്ഥ തുടരുകയാണ്. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആസൂത്രണ നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഈ വന്യമൃഗശല്യത്തിന്റെ ഉൾപ്പെടെ ഹോട്ട്സ്പോട്ട് തീരുമാനിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒരു റിലീസ് പുറപ്പെടുവിക്കുകയുണ്ടായി. നമ്മുടെ ജില്ല ഏതാണ്ട് 350 കിലോമീറ്ററോളം വനാതിർത്തി പങ്കിടുന്ന മേഖലയാണ്. ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ളത് ഇടുക്കിയിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് വന്യമൃഗ ആക്രമണത്തിന്റെ പേരിൽ ഇടുക്കി ജില്ലയിലാണ്. ഇപ്പോൾ മറ്റു ജില്ലകളിലുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് മൂന്നാറിൽ 3 പേരാണ് ആ ഒറ്റ മാസത്തിൽ തന്നെ 2 ആഴ്ചക്കിടയിൽ മരിച്ചത്. 3 ആളുകൾ. എവിടെയാണ് എപ്പോഴാണ് വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. DCCയുടെ ആഭിമുഖ്യത്തിലാണ്ട് 10-25 ദിവസം നീണ്ടു നിന്ന ഒരു നിരാഹാര സമരം ഉൾപ്പെടെ ശാന്തന്മാർ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്. പക്ഷേ ഗവൺമെൻറ് ഹോട്ട്സ്പോട്ട് തീരുമാനിച്ചപ്പോൾ സംസ്ഥാനത്താകെ 13 ഹോട്ട്സ്പോട്ടേ ഉള്ളൂ. അതിലാണ്ട് 1-2 പഞ്ചായത്ത് മാത്രമേ ഇടുക്കിയിലുള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു ജാഗ്രത നമ്മുടെ ജില്ലയിലെ ഹോട്ട്സ്പോട്ട് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. UDF നിയോജകമണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, നേതാക്കളായ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടികല്ലാർ, അഡ്വക്കേറ്റ് തോമസ് പെരുമന, AP ഉസ്മാൻ, ജോർജ് ജോസഫ് പടവൻ, നോബൽ ജോസഫ്, ജോയി കൊച്ചുകരോട്ട, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, ജോയി കുടക്കച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസൻ PV ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ 27 വർഷമായി പ്രവർത്തിക്കുന്ന കരാറുകാരുടെ സംഘടനയാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് കട്ടപ്പനയിൽ നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസൻ PV ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി KP ശശി സംഘടനാ വിശദീകരണം നടത്തി. അവരിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നിസ്വാർത്ഥമായ ഒരു സേവന സന്നദ്ധതയാണ്. ആ നിസ്വാർത്ഥമായ സേവന സന്നദ്ധതയിൽ കൂടി മാത്രമേ ഒരു സംഘടനക്ക് വളരാൻ പറ്റൂ. ആ സംഘടന വളരുമ്പോൾ നിസ്വാർത്ഥത എന്ന് പറയുന്നത് തന്നെ സ്വാർത്ഥമല്ലാതെ എന്ന വാക്കിനും അപ്പുറം ഒരു അർത്ഥം അതിനകത്തുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ, ഒരു കാര്യം പ്രതീക്ഷിക്കാതെ, ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വാക്ക് സംസ്കൃതത്തിൽ പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു കർമ്മണ്യെ വാതുകാരസ്യമ ഫലേഷു കഥാചന എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഗീതക്കകത്ത്. അതുപോലെ തന്നെ ബൈബിളിൻ്റെ അകത്തുള്ള ചില വാക്കുകളുണ്ട്. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നല്ല, നമുക്ക് അടുത്ത് കിടക്കുന്ന ആൾ, അല്ലെങ്കിൽ നമ്മളെ അയൽക്കാർ, അങ്ങനെയൊക്കെ അവരോടുള്ള മനോഭാവം നമ്മളുടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉടുത്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ ഉടുക്കുകയും നമ്മൾ ഉണ്ടില്ലെങ്കിലും മറ്റുള്ളവരെ ഉടുക്കുക എന്ന് പറയുന്ന ഒരു പൊതുവായ ദൈവികമായ ഒരു കാഴ്ചപ്പാടാണ് ഇതെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാഴ്ചപ്പാടാണ് നമ്മൾ സംഘടനക്കകത്ത് വേണ്ടത്. പലവിധ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് നിർമ്മാണ മേഖല മുന്നോട്ട് പോകുന്നത്. പാരിസ്ഥിതിക പ്രത്യാഘാതത്തിന്റെ പേരിലും നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളായ കമ്പി, സിമന്റ്, പാറമണൽ, മെറ്റൽ എന്നിവയുടെ വിലക്കയറ്റവും നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളി. ഈ വിഷയങ്ങളിൽ സമ്മേളനം ചർച്ചയും നടത്തി. അപകടം പിടിച്ച മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കണമെന്ന സംഘടനയുടെ നിരന്തരമായ ആവശ്യമാണ്. അംഗങ്ങളുടെ ക്ഷേമം കണക്കിലെടുത്ത സംഘടന കുടുംബക്ഷേമ പദ്ധതി നടത്തിപ്പിലൂടെ 3 ലക്ഷം രൂപ മരണപ്പെടുന്ന അംഗങ്ങളുടെ കുടുംബത്തിന് നൽകി വരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് മഞ്ഞപ്രയിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ബിജിമോൻ PC റിപ്പോർട്ട് അവതരിപ്പിച്ചു. സജിമോൻ TN, KK രാജേഷ്, സജീവ് S, രാധാകൃഷ്ണൻ EN, P കുട്ടപ്പൻ, ബിജു ചാർലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു. കാൽവരിമോണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് 30-ന് തുടക്കമാകും. ജൂബിലി സ്മാരകമായി നിർമ്മിച്ച വിയ ഡോളറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പും ഇതോടൊപ്പം നടക്കും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റു നടക്കും. തുടർന്ന് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ CMI, പ്രൊവിൻഷ്യൽ ഓഡിറ്റർ ഫാദർ ജോർജ് മാരിപ്പാട്ട് CMI എന്നിവർ സഹകാർമ്മികരായിരിക്കും. കാൽവരിമൗണ്ട് സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിലെ തിരുനാള് ജനുവരി 30, 31,
ഫെബ്രുവരി 1, 2, 3 തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ്. വിയ ഡോളറോസ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ്. 2025 ജൂബിലി വർഷത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഈ മനോഹരമായിട്ടുള്ള ശില്പം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. സഹനപാത എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന മനോഹരമായിട്ടുള്ള ശില്പങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വിയ ഡോളറോസ. പള്ളിയങ്കണത്തിൽ പണിതുയർത്തിയിരിക്കുന്ന യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സ്മാരകമായ വിയ ഡോളറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെയും ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പ് കർമ്മം രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിക്കും. വിയ ഡോളറോസ എന്ന പേരിൽ ഒരു രക്ഷാകര ശില്പ സമുച്ചയം അവിടെ പണിതീർത്തിട്ടുണ്ട്. 2 വർഷത്തോളമായി അതിൻ്റെ പണി തുടങ്ങിയിട്ട് ജിനു KP ഉപ്പുതോട് എന്ന ഒരു ശില്പിയാണ് അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. വിയ ഡോളറോസ എന്ന പേര് ലത്തീൻ വാക്കാണ്. ഇത് പുരാതന യെറുശലേമിലെ ഒരു വഴിയാണ്. സഹനപാത, സോറോഫുൾ വേ എന്നൊക്കെ പറയാറുണ്ട്. അതായത് യേശുക്രിസ്തു കുരിശുമായിട്ട് നടന്നുപോയ കൽത്തളം മുതൽ കാൽവരി വരെയുള്ള സ്ഥലമാണ് ഈ വിയ ഡോളറോസ. ഇതിൻ്റെ ഒരു ആവിഷ്കാരമാണ് കാൽവരി റോഡിൽ ഞങ്ങൾ തീർത്തിരിക്കുന്നത്. തുടർന്ന് സ്നേഹവിരുന്ന് നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. ഫെബ്രുവരി 2 ഞായറാഴ്ച വൈകിട്ട് 8:45 അന്തരിച്ച KC ജോർജ് കട്ടപ്പന എഴുതിയ ഓച്ചിറ സരിഗിയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഫിലിപ്പ് മണ്ണകത്ത്, ഫാദർ ജോബിൻ ഒഴാക്കൽ, കുര്യൻ ചീരങ്കുന്നേൽ, ഈപ്പച്ചൻ ആയില്യക്കുന്നേൽ, ജോസഫ് കുര്യൻ എന്നിവർ പങ്കെടുത്തു. കർഷക സംഘം കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ പരിപാടി CTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CR മുരളി ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കർഷക സംഘം കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ച കൂട്ടയോട്ടത്തിൽ കർഷകർ, തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കുചേർന്നു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CR മുരളി ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നാടൻപാട്ട്, മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൃത്തശില്പങ്ങൾ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കലാകായിക മത്സരങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിവരുന്നുണ്ട്. വരുന്ന നാളുകളിൽ ഈ പ്രസ്ഥാനത്തെ ജില്ലയിലേക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള ചർച്ചകളും വിമർശനങ്ങളും സ്വയം വിമർശനവുമായ പരിപാടിയാണ് CPM നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കർഷക സംഘത്തിന്റെ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചാരണ കൂട്ടയോട്ടങ്ങൾ നടത്തുകയാണ്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി കട്ടപ്പന മേഖലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള കൂട്ടയോട്ടമാണ് ഇന്നിവിടെ കട്ടപ്പനയിൽ നടന്നത്. കർഷക സംഘം കട്ടപ്പന ഏരിയ സെക്രട്ടറി KN വിനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ PP സുരേഷ്, സിജോ ജോൺ, EK ശശി, TJ ജോൺ, ലിജോബി ബേബി, TG M രാജു, ഫൈസൽ ജാഫർ, നിയാസ് അബു, ഫ്രെഡി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ വർക്കി കരട് വാർഷിക പദ്ധതി അവതരിപ്പിച്ചു. ഗ്രാമസഭയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2025-26 വർഷത്തേക്കുള്ള കരട് രേഖയാണ് അവതരിപ്പിച്ചത്. ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം മാലിന്യമുക്ത പഞ്ചായത്ത്, ക്ഷീരമേഖല, കാർഷിക മേഖല, സംരംഭകർക്ക് മുൻതൂക്കം നൽകുക തുടങ്ങിയ കാര്യങ്ങളിലും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം 2025-26 വർഷം ഞങ്ങളെല്ലാം 4 വർഷം പൂർത്തീകരിച്ച് ഇനി 1 വർഷം കൂടിയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിലാണ് നിലവിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വന്നത്. ഏറ്റവും നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുവജന മേഖലയിൽ നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നിരവധിയായ സ്റ്റേഡിയങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി. അതുപോലെ ഈ തവണ ഏറ്റവും കൂടുതൽ നമുക്ക് ഊന്നൽ നൽകുന്നത് സ്ത്രീ ശാക്തീകരണ, സ്ത്രീകൾക്ക് വേണ്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് നല്ല ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും കൃത്യമായ വികസന പ്രവർത്തനം എത്തിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്.
കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോയ്സ്കുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി സുകുമാരൻ, സിനി മാത്യു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ബി തുടങ്ങിയവർ സംസാരിച്ചു. തണൽ റവന്യൂ ടവർ കൂട്ടായ്മയുടെ ജില്ലാ സെക്ടറൽ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു. പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകം വിരൽത്തുമ്പിലേക്ക് മാറിയ സാഹചര്യത്തിൽ വൃദ്ധജനങ്ങൾക്കായി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കീഴിലെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ ആശ്രയം വേണ്ടവർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ 6.5 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് തണൽ റവന്യൂ ടവർ കൂട്ടായ്മ. 14 ജില്ലകളിലും സംഘടനയുടെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുകയാണ്. സംഘടനയുടെ ജില്ലാ സെക്ടറൽ കമ്മിറ്റി പ്രവർത്തന ഉദ്ഘാടനമാണ് കട്ടപ്പന സെന്റ് ജോൺസ് ഓഫ് ഗോഡ് പ്രതീക്ഷാ ഭവനിൽ സംഘടിപ്പിച്ചത്. പീരുമേട് MLA വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയിൽ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ഓരോ വീടും അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങി. എന്നാൽ വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പലപ്പോഴും പുതുതലമുറയ്ക്കാകുന്നില്ല. ലോകം വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങുമ്പോൾ വാർദ്ധക്യത്തിൽ വിഷമത അനുഭവിക്കുന്നവർക്കായി ഇത്തരത്തിലെ സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടുന്നതിന്റെ ആവശ്യകത വർദ്ധിക്കുകയാണെന്നും MLA പറഞ്ഞു. കാരണം വാർദ്ധക്യത്തിൽ നമുക്ക് പലപ്പോഴും ആരും ആശ്രയമില്ലാത്ത ഒരവസ്ഥാവിശേഷം സംജാതമാവുകയാണ്. അപ്പം അതിനെ നേരിടണമെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മയെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഒന്നായി ഇപ്പോൾ പഴയതുപോലല്ല, എല്ലാ അണുകുടുംബങ്ങളാണ്. ചെറിയ കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കൾ അതിലേക്ക് ഒതുങ്ങുകയാണ്. അതും മക്കളും അധികമൊന്നുമില്ല, 1-2 ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരൊക്കെ അവരുടെ ഓരോ കാര്യങ്ങളുമായി വ്യാപൃതരാകുമ്പോൾ വാർദ്ധക്യത്തിലെത്തുന്നവരെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അവർക്ക് തണലായി ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഉയർന്നു വരണം. ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ ശക്തിപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യോഗത്തിൽ അന്തേവാസികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്യുകയും ഭക്ഷണം വിളമ്പുകയും ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് R. നഹാസ് അധ്യക്ഷനായിരുന്നു. ജോയി വെട്ടിക്കുഴി, ഷാജി കുത്തോടി, സോണിയ GB, ഷിജി തങ്കച്ചൻ, സുൽഫി ഷഹീദ്, മായ VS നായർ, രാജാറാം, സമീഷ് മോഹൻ, ശൈലജ K. ബേബി, ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തി. ഗ്രാമപഞ്ചായത്തിലെ 11 വിദ്യാലയങ്ങൾക്കും 34 അംഗനവാടികൾക്കും ഹരിത കേരളം മിഷന്റെ സർട്ടിഫിക്കറ്റുകളും നൽകി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായും അംഗനവാടികൾ ഹരിത അംഗനവാടികളുമായുള്ള പ്രഖ്യാപനമാണ് നടന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത പ്രഖ്യാപനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് വിദ്യാലയങ്ങളിലും അംഗനവാടികളിലും പരിശോധന നടത്തുകയും A+, A, B എന്നിങ്ങനെ ഗ്രേഡുകൾ നൽകുകയും ചെയ്തു. B ഗ്രേഡ് നേടിയ സ്ഥാപനങ്ങൾക്ക് 10 ദിവസം സമയം അനുവദിച്ചു നൽകുകയും പോരായ്മകൾ പരിഹരിച്ച് A ഗ്രേഡിലേക്ക് എത്തുന്നതിന് അവസരവുമുണ്ട്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 2, 2024 ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിൻ മാർച്ച് 30, 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിലാണ് അവസാനിക്കുന്നത്. മാർച്ച് 30-ന് കേരളത്തെ ഒരു ശുചിത്വ സുന്ദര നഗരമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്കൂളുകൾ, അതുപോലെ അംഗനവാടികൾ, സ്ഥാപനങ്ങൾ എല്ലാം ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തി. ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഗ്രേഡുകൾ നേടിയ A ഗ്രേഡ്, A+ എന്നീ ഗ്രേഡുകൾ നേടിയ സ്ഥാപനങ്ങൾക്ക് ഇന്നിവിടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. ഇതിനകത്ത് ഗ്രേഡ് കുറഞ്ഞ B ഗ്രേഡിലേക്ക് വന്ന സ്ഥാപനങ്ങൾക്ക് ഒരു 10 ദിവസത്തെ സമയം കൊടുത്തിരുന്നു. അവർ ആ 10 ദിവസവും കൊണ്ട് അതിൽ വന്ന പോരായ്മകൾ പരിഹരിക്കും. ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് A ഗ്രേഡിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്തു. A+, A ഗ്രേഡുകൾ നേടിയ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 11 വിദ്യാലയങ്ങൾക്കും 34 അംഗനവാടികൾക്കും ഹരിത കേരളം മിഷന്റെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് കാഡ്ബറി ഇന്ത്യ ലിമിറ്റഡ് വാങ്ങി നൽകിയ ഉപകരണങ്ങൾ കൈമാറി. കമ്പനി പ്രതിനിധികൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവിക്ക് ഉപകരണങ്ങൾ കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കാഡ്ബറി ഇന്ത്യ ലിമിറ്റഡിന്റെ CSR ഫണ്ടിൽ നിന്നുമാണ് കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിക്ക് അലമാരകൾ, മരുന്നുകൾ വയ്ക്കുന്ന റാക്ക്, കസേര, മേശ തുടങ്ങിയവ വാങ്ങി നൽകിയത്. കമ്പനി പ്രതിനിധികൾ താലൂക്ക് ആശുപത്രിയിൽ നേരിട്ടെത്തി
ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവിക്ക് ഉപകരണങ്ങൾ കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നഗരസഭയിലെ ഈ ആശുപത്രി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവരണമെന്നും അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ഈ ഭരണസമിതിയുടെ ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഒരു പോരാട്ടമാണ് ഇതിന്റെ എല്ലാം കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്പോൺസർഷിപ്പിന് വേണ്ടി ശ്രമിച്ച നഗരസഭാ കൗൺസിലർ ജോയി വെട്ടിക്കുഴിയെ യോഗത്തിൽ ആദരിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ പിന്നി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, നഗരസഭാ കൗൺസിലർമാർ ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ ജിഷാന്ത്, കമ്പനി പ്രതിനിധികളായ എൽദോസ്, മറ്റ് ജീവനക്കാർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ ആതുര സ്ഥാപനങ്ങളിലേക്ക് വീൽ ചെയറുകൾ എത്തിച്ചു നൽകി. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിതരണം നടന്നത്. പാലാ രൂപത മുൻ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ വീൽ ചെയർ വിതരണം നിർവഹിച്ചു. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആതുര സ്ഥാപനങ്ങൾക്കുള്ള വീൽചെയർ വിതരണമാണ് നടന്നത്. ഇടുക്കി ജില്ലയിലെ സ്ഥാപനങ്ങൾക്കുള്ള വിതരണം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച പാലാ രൂപത മുൻ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ നിർവഹിച്ചു. സ്നേഹിക്കുന്നവന് മാത്രമേ ദൈവത്തെ അറിയാനായിട്ട് സാധിക്കൂ. സ്നേഹത്തിലൂടെ ദൈവത്തെ അറിയുക. നമ്മൾ എന്തെല്ലാം ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചാലും പറഞ്ഞാലും സ്നേഹിക്കുന്നവന് മാത്രമേ ദൈവത്തെ അറിയാനായിട്ട് സാധിക്കൂ. ഇന്നതാണ് 10ഓളം സ്ഥാപനങ്ങൾക്കാണ് വീൽ ചെയർ നൽകുന്നത്. അങ്ങനെയുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്ഥാപനങ്ങളെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട അത്യാവശ്യത്തിലുള്ള സഹോദരങ്ങളെ എപ്പോഴും സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായിട്ട് എത്തിയിരിക്കുന്ന പുണ്യവതികളുമാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. നിങ്ങളവിടെ മുമ്പിലായിരിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. കെയർ ആൻഡ് ഷെയറിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസന മെത്രോപൊലിത്ത സക്കറിയാസ് മാർ സേവേറിയോസ് ഭദ്രദീപം തെളിയിച്ച് അധ്യക്ഷ പ്രസംഗം നടത്തി. കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഇടുക്കി ജില്ലാ ഓർഫനേജ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, ജില്ലാ സെക്രട്ടറി ബ്രദർ ജോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഹൈറേഞ്ചിലെ പ്രസിദ്ധമായ പോത്തൻകണ്ടം ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ 34ാമത് വാർഷിക മഹോത്സവം നടന്നു. 3 ദിവസങ്ങളായി നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആശ്രമ അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം കുഴിത്തുളു സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ തോമസ് കപ്യാങ്കൽ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവനാൽ സ്ഥാപിതമായ ആത്മബോധോദയ സംഘത്തിന്റെ കീഴിലാണ് പോത്തിൻകണ്ടം ശ്രീ ശുഭാനന്ദ ആശ്രമം പ്രവർത്തിക്കുന്നത്. ഹൈറേഞ്ചിന്റെ ആധ്യാത്മിക മേഖലകളിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയ പോത്തിൻകണ്ടം ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ 34ാമത് വാർഷിക മഹോത്സവമാണ് ഭക്തി നിർഭരമായി ആഘോഷിച്ചത്. 26-ന് ശ്രീ ശുഭാനന്ദ ആശ്രമ ട്രസ്റ്റി സ്വാമി നിത്യാനന്ദൻ കൊടിയേറ്റിയതോടെയായിരുന്നു മഹോത്സവത്തിന് തുടക്കമായത്. മഹോത്സവത്തിന്റെ പ്രധാന ദിവസം ചേറ്റിക്കുഴിയിൽ നിന്നും പോത്തിൻകണ്ടം ആശ്രമത്തിലേക്ക് ഘോഷയാത്ര നടന്നു. സന്യാസിമാരുടെയും ഘോഷയാത്ര ഈ വാഹനത്തിൽ കിട്ടുക അറിയിക്കുക. വിവിധ കലാരൂപ ആശ്രമ അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം കുഴിത്തുളു സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ തോമസ് കപ്യാങ്കൽ ഉദ്ഘാടനം ചെയ്തു. ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അധ്യക്ഷനായിരുന്നു. SNDP യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണലേൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഈ വർഷത്തെ ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത കലാപ്രതിഭകളെ അനുമോദിച്ചു. ഒപ്പം 2024-25 ഏറ്റവും നല്ല യുവ വ്യവസായ സംരംഭകനായി JCI ഇന്ത്യയുടെയും മംഗളത്തിന്റെയും അവാർഡിന് അർഹനായ RNS സ്പൈസസ് മാനേജിംഗ് ഡയറക്ടർ റിൻസ് ജോസഫിനെയും ആദരിച്ചു. ആശ്രമം ചെറുകോൽ ട്രസ്റ്റി സ്വാമി നിത്യാനന്ദൻ, SNDP ശാഖാ പ്രസിഡന്റ് PK തുളസീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി S. ലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം CM ബാലകൃഷ്ണൻ, ശാഖാ പ്രസിഡന്റ് ഷാജിമോൻ 45 വിവിധ ശാഖാ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
തെരഞ്ഞെടുത്ത ആളുകൾക്കാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ജനറൽ വിഭാഗത്തിൽ 5,42,000 രൂപ വകയിരുത്തി ഒരു ഗുണഭോക്താവിന് 50 രൂപയ്ക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു. 5,42,000 രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിരിക്കുന്ന തുക എന്ന് പറയുന്നത്. ഒരു ഗുണഭോക്താവിന് 5 കോഴിക്കുഞ്ഞുങ്ങളെ 50 രൂപ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് ബാക്കി ഫണ്ട് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇന്നിവിടെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തുന്നത്. അയ്യപ്പൻകോവിൽ മൃഗാശുപത്രിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ റീജ വി നാഥ്, സിന്ധു CP, സുനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ല. ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ദിവസേന 800-ലധികം രോഗികൾ എത്തുന്ന ഹൈറേഞ്ചിലെ പ്രധാന ആതുരാലയമാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി. ആകെ 23 ഡോക്ടർമാർ വേണ്ട ഇവിടെ നിലവിൽ 9 പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പ്രസവ അവധിയിലുള്ള ഡോക്ടറിനും പകരക്കാരെ നിയമിച്ചിട്ടില്ല. വർക്കിംഗ് അറേഞ്ച്മെന്റിലും ഒഴിവുണ്ട്. മാസം ശരാശരി 35 മുതൽ 50 വരെ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ഒരു പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുന്നു. ശിശുരോഗ വിഭാഗത്തിൽ ഒരു ഡോക്ടർ പോലുമില്ലെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. ഉടുമ്പൻചോലയെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തിൻ്റെ പ്രധാന സ്ഥിരാകേന്ദ്രമായ നെടുങ്കണ്ടത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് ആശുപത്രി, ഏകദേശം 800-ലധികം രോഗികൾ ദിവസേന വന്നു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെയൊക്കെ പ്രധാന ആശ്രയമായ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരെ എല്ലാവരെയും പിൻവലിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാർ ഇല്ലാതായതോടെ OPയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. വിദൂര മേഖലയിൽ നിന്നും ആശുപത്രിയിലെത്തുമ്പോഴാണ് പലരും ഡോക്ടർ ഇല്ലെന്ന് അറിയുന്നത്. ത്വക്കുരോഗ വിദഗ്ധൻ, അസിസ്റ്റന്റ് സർജൻമാർ, ദന്തൽ വിഭാഗത്തിലെ വിദഗ്ധർ എന്നിങ്ങനെ ഒഴിവുകൾ നിരവധിയാണ്. നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എണ്ണത്തിലും കുറവുണ്ട്. ജില്ലാ ആശുപത്രിയായി നെടുങ്കണ്ടത്തെ ഉയർത്തിയെന്ന പ്രഖ്യാപനമുണ്ടാവുകയും തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി കൂടുതൽ വഷളായത്. 2022 പൂർത്തിയാവേണ്ട കെട്ടിട നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായി 70 കോടിയും ഉപകരണങ്ങൾക്കായി 79 കോടിയും ഉൾപ്പെടെ ആകെ 149 കോടി രൂപയാണ് അനുവദിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയാവാൻ ഇനിയും വർഷങ്ങൾ എടുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ബിൽഡിംഗ് പുതിയ ആശുപത്രിയുടെ പുതിയ മന്ദിരം പണിയുമ്പോൾ തന്നെ അതിൻ്റെ പണികൾക്കുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പണികൾ വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ച ഒരാളിൽ നിന്ന് മരണപ്പെട്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഒരവസരമില്ലാത്ത ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലായിട്ട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി അകപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കട്ടപ്പന 20 ഏക്കറിലോ എത്തിക്കേണ്ടതായ ഒരവസ്ഥയാണ് ഇപ്പോൾ സാധാരണക്കാർക്കുള്ളത്. അത്യാഹിതമായ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പോലും തേനി മെഡിക്കൽ കോളേജിനെ, കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട ഗതികളിലാണ്. ഇപ്പോൾ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞതൊരു കാര്യമില്ല. അതിന് ഫെസിലിറ്റികൾ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജിൽ ഇല്ല. കെട്ടിട നിർമ്മാണത്തോടനുബന്ധിച്ച് താൽക്കാലികമായി നിർത്തലാക്കിയ ICUവിന്റെ പ്രവർത്തനവും പുനരാരംഭിച്ചിട്ടില്ല. മോർച്ചറിയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഡയാലിസിസ് യൂണിറ്റിൽ ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. നെടുങ്കണ്ടത്തിന് സമീപത്തെ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട 251, വിൽപ്പനയ്ക്ക് വന്നത് 65,180, വിൽപ്പന നടന്നത് 58,191, കൂടിയ വില 3,235, ശരാശരി വില 2,924.
കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ. ഏലം കൂടിയ വില 2900. ഏലം ശരാശരി വില 2800. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7510 രൂപ, വെള്ളി 104. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയുണ്ട് എന്നത് ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതി. അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം തെറ്റെന്ന് ഡീൻ കുര്യാക്കോസ് MP. വണ്ടിപ്പെരിയാർ വാളാടി HML എസ്റ്റേറ്റ് 4-ാം നമ്പർ ഭാഗത്ത് മേയാൻ വിട്ടിരുന്ന ആടുകളെ പുലി പിടിച്ചു. സംഭവം അറിയിച്ചതനുസരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ക്യാമറ സ്ഥാപിച്ചു. പീരുമേട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായി ഇടപെടൽ ഉണ്ടാകണമെന്ന് MLA വാഴൂർ സോമൻ. സ്വച്ഛതാ ഹി സേവ ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി നിർവഹിച്ചു. വീടുകളിൽ ശരിയായ മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് കളക്ടർ. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ല. ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.